ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേറൊന്നുമല്ല, കുറേ ഡിലേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോസിനൊക്കെ. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല. ഇപ്പോൾ എണീറ്റതിനെക്കാട്ടി ഒന്നും കൂടി നല്ലോണം ലേറ്റ് ആയിട്ടാണ് നോർമലായിട്ട് എണീക്കാറുള്ളത്. വേറെ നല്ല വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ അതിനായിട്ട് വേറെ പ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുറേ ലേറ്റ് ആവും. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ 10:45 എണീറ്റ് പോലെ എന്നും എണീക്കാറൊന്നുമില്ല, നല്ലോണം ലേറ്റ് ആവാറുണ്ട്. പിന്നെ മോർണിംഗിൽ എണീച്ച ശേഷം ഞാനൊന്ന് പല്ല് തേച്ച് ഫ്രഷ് ആയ ശേഷം ഒന്ന് ഈ ഫേസ് വാഷ് ഇട്ടിട്ടൊക്കെ ഒന്ന് മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ മോയ്സ്ചറൈസർ ആയിട്ട് മുഖം ഒന്ന് നന്നായിട്ട് മോയ്സ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ കറൻ്റ്ലി ഫേവറേറ്റ് ആയ മോയ്സ്ചറൈസർ. അങ്ങനെ പിന്നെ എണീച്ച ശേഷം ഞാൻ കൂടുതലും ഒന്ന് ആ ദിവസം ക്ഷീണമില്ലാതെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തതും ഉപ്പിട്ട വെള്ളം കൂടി അങ്ങനെ കുടിക്കാറുണ്ട്. ഇതിലോട്ട് പിന്നെ കുറച്ച് ലെമൺ സ്ലൈസസും കൂടി ഇടാറുണ്ട്. അങ്ങനെ അത് കുടിക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു നല്ലൊരു സുഖമാണ്, അങ്ങനെ പറയാം. അങ്ങനെ പിന്നെ നമ്മൾ എണീച്ച ശേഷം ഇവിടെ പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അതാണെങ്കിൽ എനിക്ക് പുട്ട് തീരെ ഇഷ്ടമല്ലാത്തതാണ്. അങ്ങനെ കഴിച്ച് ബോറായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. വീട്ടിൽ കുറച്ച് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ പഴം വാട്ടിയിട്ടുള്ള അതുപോലത്തെ സംഭവമായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും പറഞ്ഞില്ല. എന്നാലും കുറച്ച് നെയ്യും ഇതുപോലെ പഴം വാട്ടിയിട്ടൊക്കെ പീസിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് കോക്കനട്ട് ഷ്രെഡ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതിന് പകരം ഇവിടെ എഗ്ഗാണ് ആഡ് ചെയ്തത്. രണ്ടും ടേസ്റ്റ് തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് മിക്സാക്കി കഴിക്കുമ്പോൾ എനിക്കത് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ, നോർമലായിട്ട് കഴിക്കുന്നേക്കാളും. എന്നിട്ട് പിന്നെ നമ്മൾ കോഫി ഉണ്ടാക്കാൻ വിചാരിച്ചു. സംഭവത്തിൽ ഞാൻ കോഫി കുടിക്കാത്ത ദിവസങ്ങൾ വളരെയധികം കുറവാണ്. പ്രത്യേകിച്ച് ഈ ഫ്രോത്തർ എൻ്റെ കൈ കിട്ടിയ ശേഷം ഞാൻ കോഫി കുടിക്കുന്ന ദിവസങ്ങൾ വളരെയധികം കുറവ് തന്നെ പറയാം. കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടെ, അതുമായിട്ട് അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് കോഫി വിട്ട് പോകാൻ പറ്റാത്തത്. എന്തായാലും അത് പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് സിറ്റ് ഔട്ടിൽ ചില്ല് ചെയ്തിരുന്നിട്ട് ഒന്ന് കഴിക്കാൻ വിചാരിച്ചു. അതാണല്ലോ ഈ നേച്ചറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ പ്രത്യേക രസമാണ്. അങ്ങനെ പിന്നെ വീട്ടിൽ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് തുടച്ചൊക്കെ ചെയ്തു. അത് പണികളൊക്കെ തീർത്തപ്പോഴേക്കും അത്യാവശ്യം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാണ് ലഞ്ചിനുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ആ ലഞ്ചിനുള്ളൊക്കെ ഫുഡ് കഴിച്ചു, കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ചൊക്കെ ഒരു 3 o'clock ആയപ്പോഴായിരുന്നു ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയത്. വീട്ടിൽ വേറെ ഒന്നുമല്ല, വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിരുന്നു. എന്നിട്ട് പിന്നെ എത്തിയപ്പോഴേക്കും ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല ചൂടല്ല പുറത്ത്. അപ്പോൾ പിന്നെ നല്ല ദാഹവും വിശപ്പും എല്ലാം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാതും കൂടി ഒതുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് എന്ന് വെച്ചാൽ അത് വാട്ടർമെലോൺ തന്നെയാണ്. അപ്പോൾ പിന്നെ അത് കഴിച്ചു. പിന്നെ വാട്ടർമെലോൺ എന്ന് പറയുമ്പോൾ എൻ്റെ ഒന്നാമത് അതെൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടും കൂടിയാണ്. അപ്പോൾ പിന്നെ അതും കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് ഈവനിങ് ഒക്കെ ആയപ്പോൾ അങ്ങനെ ചില്ല് ചെയ്തു. അങ്ങനെ പിന്നെ ഈവനിങ് 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നേരെ അത്ര ഇരുട്ടൊന്നായി തോന്നിയില്ല കേട്ടോ ആ സമയത്ത്. അതിന് ക്യാമറയുടെ ആ ഒരു ഇതായിരിക്കാം മേ ബി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മുന്നേ വെറുതെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച ജാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിലായിരുന്നു എൻ്റെ ഈ മണി പ്ലാന്റ് ഇരിക്കുന്നത്. അതിന് തീരെ ഗ്രോ ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു ജാറ് വെറുതെ കിടക്കില്ലേ, അപ്പോൾ പിന്നെ അതിലോട്ട് വെക്കാൻ വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ പിന്നെ ഓക്കെ നല്ല ലെവലിൽ അവിടെ വിട്ട്. പിന്നെ എനിക്ക് കുറേ ദിവസമായി ഞാൻ ജേണൽ ചെയ്തിട്ട്, അപ്പോൾ പിന്നെ ജേണൽ ചെയ്യാൻ വിചാരിച്ചു. ഏതായാലും കുറേ ദിവസമായി ബുക്കൊക്കെ എടുത്തിട്ട്, അപ്പോൾ പിന്നെ ഈ ജേണലിങ്ങും കൂടി ഉണ്ട് ഒരുമിച്ചാക്കുക. എന്നാൽ പിന്നെ ഈ ഒരു ഡേനെ പറ്റിയും ഈ ജേണലിൽ തന്നെ ഇൻക്ലൂഡ് ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഡേൻ്റെ ആ ഒരു പേര് എഴുതി, ട്യൂസ്ഡേ എന്നൊക്കെ എഴുതിയിട്ട് കുറച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട്. പിന്നെ ഈ ഒരു ജേണൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. ഇതിലുള്ള സപ്ലൈസ് ഞാൻ കൂടുതലും ക്രിയേറ്റ് ചെയ്തതാണ് എൻ്റെതായ ഇതിൽ. കാരണം ഇതിലുള്ള ഒരു കവർ സ്റ്റിക്കേഴ്സ് മാത്രമാണ് ഞാനിവിടെ പുറത്തു നിന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇതെല്ലാവർക്കും ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണല്ലോ. ഈ പാറ്റേൺ പേപ്പേഴ്സൊക്കെ വെറുതെ കുറച്ച് ഗ്രിഡ് പാറ്റേണിലൊക്കെ വരയ്ക്കുക, എന്നിട്ട് പിന്നെ ഈ ഒരു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാരോ ഓരോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയോ തട്ടിക്കൂട്ടി ഒപ്പിക്കുക. ഇതൊക്കെ ഞാൻ വരച്ചുണ്ടാക്കിയതാണ്. ഈ ഒരു ട്യൂലിപ്സ് ആയാലും ഒക്കെ അങ്ങനെയാണ്. പിന്നെ കുറച്ച് കോട്ട്സും പിന്നെ ഇന്നത്തെ ഡേനെ കുറിച്ചൊക്കെ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ല. എന്നിട്ട് പിന്നെ ഇതിലോട്ടൊന്ന് ഒരു ലാസ്റ്റ് ടച്ചപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കവായ് സ്റ്റിക്കേഴ്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങ് ഒട്ടിച്ചു കൊടുത്തു. കാരണം കുറേ ആയി അത് വെറുതെ കിടക്കുന്നു. അപ്പോൾ പിന്നെ ജേർണലിങ്ങിൽ ചെയ്യുമ്പോൾ അതിലോട്ട് വെക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നൂഡിൽസ് വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുന്നേ ഷോർട്സിൽ ഇട്ടിരുന്നു. ബട്ടർ, ചീസ്, ഒറിഗാനോ, നൂഡിൽസിന് മസാല പൗഡർ, പിന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ. പക്ഷേ എൻ്റെ അടുത്ത് കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല, വാങ്ങാൻ മറന്നേനും. എന്നിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് കുക്ക് ചെയ്ത് വെച്ച് ആ നൂഡിൽസ് ഇതിലോട്ട് ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ആക്കണേ. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ കംഫർട്ട് സോണായിട്ട് എന്തെങ്കിലും ഒരു ഡ്രാമ കാണാൻ വിചാരിച്ചു. ദ ബെസ്റ്റ് തിങ് എന്നാണ് ഈ ഒരു ഡ്രാമയുടെ പേര്. അങ്ങനെ അതും കണ്ടുകൊണ്ട് നല്ല ചില്ല് ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ കഴിച്ചു. അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് അതിന് മാത്രം കണ്ടൻറ് ഐഡിയാസ് ഒന്നും കിട്ടാറില്ല, അതുകൊണ്ടാണ് കുറേയൊക്കെ ഇങ്ങനെ ലേറ്റ് ആവുന്നത്. എന്തായാലും നിങ്ങൾ ഒരുപാട് പേരിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഐ എം റിയലി ഹാപ്പി. ആൻഡ് ഇനിയുമുള്ള സപ്പോർട്ടിന് നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ടൊന്നും മറക്കണ്ട.